ബാക്ക് ടു സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ടീച്ചർ വളരെ 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 പ്രധാനപ്പെട്ട എപ്പോഴും പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു കാണാറുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷെ പരീക്ഷയ്ക്ക് കാണുന്ന സമയത്ത് അയ്യോ ഇതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊരു സംശയം വരുന്ന ഒരു ചോദ്യമാണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് വാഗ്മയ ചിത്രം. വാഗ്മയ ചിത്രം എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുകയാണ്. അപ്പോൾ ആ ഒരു വർണ്ണന കാണുമ്പോൾ നമുക്ക് ആ ഒരു ആളിനെ പറ്റിയുള്ള ഒരു ഏകദേശ രൂപം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും. അല്ലെങ്കിൽ കൃത്യമായിട്ട് വാക്കുകൾ കൊണ്ട് ഒരു കാര്യത്തെ നമ്മൾ വർണ്ണിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ വർണ്ണിക്കുന്നതിനാണ് വാഗ്മയ ചിത്രം എന്ന് പറയാറുള്ളത്. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നത് അല്ലേ? വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ നമ്മൾ പല വർണ്ണനകളും നമ്മൾ നടത്താറുണ്ട്. ഇപ്പൊ പ്രകൃതിയൊക്കെ നമ്മൾ വർണ്ണിക്കും. അതേപോലെ തന്നെയാണ് ഓരോ വ്യക്തികളെ നമ്മൾ വർണ്ണിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന മിക്ക പാഠങ്ങളിലും ഒരു കഥാപാത്രം ഉണ്ടാവും അല്ലേ? കഥാപാത്രത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് വാക്കുകൾ കൊണ്ട് അങ്ങ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് വാഗ്മയ ചിത്രം. ഇവിടെ ഒരു മുൻവർഷ പരീക്ഷാ ചോദ്യമാണ്. വെളുത്ത മുടി വാരിക്കൂട്ടി നെറുകയിൽ കെട്ടിയിരിക്കുന്നു, കാതിൽ ഊഞ്ഞാലാടുന്ന തോടകൾ, വാത്സല്യം തുളുമ്പുന്ന കണ്ണുകൾ, സ്നേഹം പ്രകാശിക്കുന്ന മുഖം അല്ലേ? വെളുത്ത മുടി, നരച്ച മുടീനെ പറ്റിയാണ് പറയുന്നത്. നെറുകയിൽ അത് കെട്ടിയിട്ടുണ്ട്. ഇവിടെ കാതിൽ ഊഞ്ഞാലാടുന്ന തോടകളുണ്ട്, വാത്സല്യം തുളുമ്പുന്ന കണ്ണുകൾ, സ്നേഹം പ്രകാശിക്കുന്ന മുഖം. മുത്തശ്ശിയെ വാക്കുകൾ കൊണ്ട് വരച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ ഒരു മുത്തശ്ശിയാണ് വാക്കുകൾ കൊണ്ട് വരച്ചിരിക്കുന്നത്. ഇനി പരീക്ഷയ്ക്ക് ചാച്ചാജിയുടെ ഒരു നെഹ്റുവിന്റെ ചിത്രമാണ് കൊടുത്തത്. ഇതിന് പകരം ഏത് ചിത്രം വേണേ കൊടുക്കാം, അല്ലെങ്കിൽ ചിത്രം ഇല്ലാതെയും നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളിനെ പറ്റി എന്ത് ചെയ്യാൻ പറ്റും? വാഗ്മയ ചിത്രം എഴുതാൻ പറയില്ലേ? അപ്പൊ ചിത്രം നോക്കി വാഗ്മയ ചിത്രം തയ്യാറാക്കുമല്ലോ എന്നാണ് ചോദ്യം. നോക്കിയേ, ഇതാരാണ്? നെഹ്റു ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വെളുത്ത വസ്ത്രം അല്ലെ, വെളുത്ത ജുബയിലൊക്കെയാണ്. അപ്പൊ കീശയിൽ എന്തുണ്ടാവും? പോക്കറ്റിൽ, അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഒരു റോസാപ്പൂ, ഒരു പനിനീർപ്പൂ എപ്പോഴും കാണാറുണ്ട്. ഇതാ ഈ ഒരു തൊപ്പി അല്ലെ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം. നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് എങ്ങനെയാണ് ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കുക എന്ന് നോക്കാം. വളരെ കുറഞ്ഞ വാക്കുകളിൽ മതി. വെളുത്ത വസ്ത്രം ധരിച്ച്, തലയിൽ തൊപ്പി ധരിച്ച്, പോക്കറ്റിൽ ഒരു റോസാപ്പൂവുമായി, എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി, സൗമ്യമായി പെരുമാറുന്ന ജവഹർലാൽ നെഹ്റു. പോരെ? ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നെഹ്റുവിനെ പറ്റിയുള്ള ഒരു ഏകദേശ രൂപം മനസ്സിലേക്ക് വരും അല്ലേ? പിന്നെ വേണമെങ്കിൽ നമുക്ക് എഴുതാം, കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ സ്വന്തം ചാച്ചാജി. നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും കാര്യമുണ്ട് അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി എഴുതാം. ശരിക്കും ഇത്ര മതി. ഇത്ര ഈ നെഹ്റു എന്ന് വരെ ഉള്ള ഇവിടം വരെ ഉള്ളത് മതി അല്ലേ? എല്ലാവരോടും സൗമ്യമായ മുഖവുമായി പുഞ്ചിരിക്കുന്ന ജവഹർലാൽ നെഹ്റു എന്നുള്ളത് മതി. ബാക്കി നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യത്തെ എക്സ്ട്രാ ഒന്ന് കൂട്ടിച്ചേർത്തോന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് വാഗ്മയ ചിത്രം തയ്യാറാക്കുക. വളരെ എളുപ്പമല്ലേ? അപ്പോൾ മറ്റൊരു ചോദ്യവുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു കോണ്ടന്റുമായിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരേക്കും ബൈ.